ഇന്ന് കൊച്ചിയിൽ കടലിൽ മുങ്ങിയ കപ്പലിന് തകരാറുണ്ടായിരുന്നു. ആ തകരാർ കൃത്യമായി പരിഹരിച്ചില്ല എന്ന രീതിയിലുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നു. 24 വീക്ക് ബ്രേക്കിംഗ് ആണ്. ഷെബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേർന്നു. ഷെബീദ്, യഥാർത്ഥത്തിൽ വലിയൊരു വാർത്തയാണിത്. കാരണം ഇത്രയധികം കണ്ടെയ്നറുകളുമായി യാത്ര ചെയ്തൊരു കപ്പലിന് തകരാറുണ്ടായിട്ടും ആ തകരാർ പരിഹരിക്കാത്ത കപ്പൽ യാത്രയായി എന്ന് വരുന്നതും ഈ കപ്പൽ കൊച്ചിയിൽ മുങ്ങിയെന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷോക്കേറ്റ വാർത്തയാണ്. കാര്യം ഈ കടലുകൊണ്ട് ജീവിക്കുന്ന എത്രയോ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ കടലിൽ നിന്ന് ലഭിക്കുന്ന മീൻ വാങ്ങി കഴിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അലോസരം ഉണ്ടാക്കുന്ന തീരുമാനമായി പോയി. കപ്പലിന് തകരാറ് എന്തായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉറപ്പായിട്ടും, കാരണം കേരള തീരത്തിന്റെ ബയോഡൈവേഴ്സിറ്റി അടക്കം കാര്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഇപ്പോൾ ഇതിൽ കലർന്നിരിക്കുന്ന വസ്തു, അതല്ലെങ്കിൽ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന വസ്തു എന്ന് നമുക്ക് കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്തയനുസരിച്ച് നമുക്കറിയാം സോളിഡ് NOx 6PPD എന്ന രാസവസ്തു. അതിനെക്കുറിച്ച് നമ്മളുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. അത് ടയറുമായി ബന്ധപ്പെട്ട, അതായത് റബ്ബർ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ്. മാത്രവുമല്ല ഇത് ഒരു ആന്റി ഡീഗ്രഡന്റ് അടക്കം ഉപയോഗിക്കുന്ന ഒരു വസ്തു. ഇത് പലതരത്തിലുള്ള റിയാക്ഷന് വിധേയമാകുന്ന വസ്തു എന്ന തരത്തിലേക്ക് ഇപ്പോൾ ചില വിവരങ്ങൾ അവർ ഒഫീഷ്യൽസ് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, തൂത്തുക്കുടിയിൽ നിന്നും വിഴിഞ്ഞത്തേക്ക്, നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തി അവിടെ നിന്ന് കൊച്ചി ഭാഗത്തേക്ക് പോയ ഫീഡർ കപ്പലാണ് MSC എൽസ 3 എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഒരു തുറമുഖത്തേക്ക് ആങ്കർ ചെയ്തു, തുറമുഖത്തേക്ക് എത്തി. അവിടെ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ എറർ ഉണ്ടായിരുന്നെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളതാണ് തുറമുഖ നിയമം അനുസരിച്ച് പറയുന്ന കാര്യം. പക്ഷേ അത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലെയുള്ള ഒരു ഗ്ലോബൽ ഷിപ്പിംഗ് കമ്പനി നടത്തിയില്ല എന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. മാത്രമല്ല ഇത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ഏതാണ്ട് 14.6 മാത്രം നോട്ടിക്കൽ മൈൽ ദൂരം മാത്രം അകലെയാണ് ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് ആലപ്പുഴ തീരത്തിനും കൊച്ചി തീരത്തിനുമടക്കം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും ആ തകരാറടക്കം പരിഹരിക്കുന്നതിൽ ആ ഷിപ്പിംഗ് കമ്പനിക്ക്, അതല്ലെങ്കിൽ ആ ഷിപ്പിലുണ്ടായിരുന്ന മറൈനേഴ്സിന് കാര്യമായി അപാകത പറ്റി എന്ന തരത്തിലേക്കുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നതോടെ സർക്കാരും അത് കേന്ദ്രീകരിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ നടത്തുന്നുമുണ്ട്. അതായത് കൃത്യമായ തകരാർ പരിഹരിച്ചില്ല. പ്രത്യേകിച്ച് അത് അപകടത്തിൽപ്പെടുന്നതിന്റെ തലേ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എല്ലാ ആക്സസറീസും എല്ലാ തരത്തിലുള്ള ആക്സസിബിലിറ്റിയുമുള്ള വിഴിഞ്ഞം തുറമുഖം പോലെ ഒരു തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലാണ്. അപ്പോൾ സ്വാഭാവികമാണ് അങ്ങനെ ആ പോർട്ടിൽ ഉണ്ടായിട്ട് കൂടി അതിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. അതിൽ ആ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലെയുള്ള, അതായത് വിഴിഞ്ഞം തുറമുഖം വരുമ്പോൾ MSC എന്ന് പറയപ്പെടുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് നമ്മുടെ ആക്സസ് അടക്കം വളരെ വലുതാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട പോർട്ടായി പോലും വിഴിഞ്ഞം തുറമുഖത്തെ കണ്ടു. എന്നിട്ട് കൂടി അവരുടെ ഭാഗത്ത് നിന്ന് ഈ മെക്കാനിക്കൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടന്നില്ല. അത് കേരളത്തെ ബാധിക്കുന്ന, കേരളത്തിന്റെ തീരദേശ മേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടെയ്നറുകൾ അത് ആലപ്പുഴ, പ്രത്യേകിച്ച് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് തന്നെ വരും എന്നുള്ള ഒരു നിഗമനത്തിലാണ് SKN സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി ഉള്ളത്. ഓക്കെ, ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണിത്. കപ്പലിന് തകരാറുണ്ടായിരുന്നു, തകരാർ പരിഹരിക്കാതെ യാത്ര തുടർന്നു. കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ നിരീക്ഷണം തുടരുകയാണ്. ഈ കാൽസ്യം കാർബൈഡ് വെള്ളവുമായി കലർന്നുണ്ടാകുന്ന അസറ്റിലിൻ വാതകം തീപിടിക്കാൻ സാധ്യതയുള്ളത് ആണെന്നുകൂടി കണ്ടെത്തുന്നു. വിവരങ്ങളുമായി ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ശ്യാം. SKN ഈ കസ്റ്റംസ് പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഈ കണ്ടെയ്നർ അടിയാൻ സാധ്യതയുള്ള തീരങ്ങളിൽ നിരീക്ഷണത്തിനായി കസ്റ്റംസ് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി വിവിധ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് ആ നിരീക്ഷണം തുടരുന്നു. ഒരു കാരണവശാലും ഈ വസ്തുക്കളിൽ പൊതുജനങ്ങൾ തുടരുത്. അത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നൽകുന്ന മാർഗനിർദ്ദേശം എന്നുള്ളത് കൂടിയാണ് കസ്റ്റംസ് പറയുന്നത്. SKN അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന അസറ്റിലിൻ വാതകം ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന വാതകം, അത് അസറ്റിലിൻ വാതകമായി കഴിഞ്ഞാൽ അത് തീപിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾ ഈ കണ്ടെയ്നറുകളുമായി അടുത്തേക്ക് വരരുത്, അത്തരം വിവരങ്ങൾ ഈ കസ്റ്റംസ് നൽകിയിരിക്കുന്ന നമ്പറുകളുമായി ബന്ധപ്പെടണം എന്നുള്ള വിവരം കൃത്യമായി പറയുന്നത്. ഈ കാൽസ്യം കാർബൈഡ് വെള്ളത്തിൽ കലർന്നാൽ സ്വാഭാവികമായും അസറ്റിലിൻ വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ വാതകം ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ കസ്റ്റംസ് നൽകുന്ന മുന്നറിയിപ്പ്. അതിലുപരിയായിട്ട് ഈ കണ്ടെയ്നറുകൾ ഒഴുകി വരുമ്പോൾ അതുമായി പൊതുജനങ്ങളോ മാധ്യമപ്രവർത്തകരോ മറ്റാരും ഒരു ബന്ധവും പുലർത്തരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി തരുന്നു SKN.